എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC എഡിഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മൗണ്ട് പോലീസ് അതുപോലെ തന്നെ NCA വിജ്ഞാപനം, വിമൻസ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ NCA വിജ്ഞാപനം PSC അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചുവെന്ന് കഴിഞ്ഞ യോഗ തീരുമാനത്തിലുണ്ടായിരുന്നു. അത് നമ്മൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചു. അതിനുശേഷം നമ്മൾ പറയുകയുണ്ടായി ഇനി വരുന്ന ആഴ്ചകളിൽ ഉറപ്പായും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉണ്ടാവും. PSC ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ പുറത്തിറക്കും. നിങ്ങൾ കായികപരമായി അധ്വാനിക്കുക. ഉടനെ തന്നെ ഈ ഫിസിക്കൽ ഐറ്റംസ് എടുക്കുവാനും പ്രാക്ടീസ് ചെയ്യാനും ഒരുങ്ങുക. ഇനി വിത്തിൻ ഷോർട്ട് ടൈമിൽ തന്നെ നിങ്ങളുടെ വിമൻ പോലീസ് കോൺസ്റ്റബിളിൻ്റെ വിവിധ ബറ്റാലിയൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ ഉണ്ടാവും എന്ന് നമ്മൾ പറയുകയുണ്ടായി. അത് ശരിവയ്ക്കും വണ്ണം ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതി പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ, അതായത് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൽ നമ്മൾ നോക്കുമ്പോൾ 12-13 കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ എല്ലാം പോലീസ് വകുപ്പിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ കാറ്റഗറി നമ്പർ 593/2023. കാറ്റഗറി 13 പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ / വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ കാറ്റഗറി നമ്പർ 416/2023. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഫിസിക്കലിലേക്ക് വലിയ ദൂരമില്ല. ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞ് വളരെ തുച്ഛമായ സമയം മാത്രമേ ഫിസിക്കലിന് കൊടുക്കുകയുള്ളൂ. കാര്യം അത്രത്തോളം ഒരു ഷോർട്ടായ ലിസ്റ്റായിരിക്കും PSC പ്രസിദ്ധീകരിക്കുന്നത്. സ്വാഭാവികമായും വലിയൊരു ഹ്യൂജ് നമ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് സമയബന്ധിതമായി ഈ പ്രോസസ്സ് തീർപ്പിലാക്കാനും നടപ്പാക്കാനും സാധിക്കും. അതിനാൽ വരും ദിവസങ്ങളിൽ ഉറപ്പായും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട കായിക വൃത്തികളിൽ ഏർപ്പെടാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ, കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വാമപ്പും അതോടൊപ്പം തന്നെ അതാത് ഈവൻസും പ്രിപ്പയർ ആയി തുടങ്ങുക. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ സമയം മാത്രമേ കിട്ടുകയുള്ളൂ. അത്യാവശ്യം മാർക്കുണ്ട് എന്ന് ഉറപ്പുള്ള ഉദ്യോഗാർത്ഥികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, അത്തരത്തിൽ മാനസികമായി ഒരു കോൺഫിഡൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഉറപ്പായും അവർ എന്തായാലും ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സെൻ്ററിലേക്ക് പോവുകയോ സ്വമേധയോ എത്തരത്തിലായാലും ഇത്തരത്തിലുള്ള കായിക മേഖലയിൽ വൃത്തികളിൽ ഏർപ്പെടുക. കാര്യം PSCയുടെ കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ സമയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാര്യം അത്രത്തോളം സമയം മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ ആവശ്യമുള്ളൂ. കാര്യം ലിസ്റ്റ് മാക്സിമം ചുരുക്കിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. വലിയ നമ്പറൊന്നുമില്ല. അത്രത്തോളം ദിവസം മാത്രം മതിയാവും PSCക്ക് ഇത്തരത്തിലുള്ള ഒരു കായിക പരീക്ഷ നടത്തി അവസാനിപ്പിക്കുന്നതിനും പൂർത്തിയാക്കുന്നതിനും വേണ്ടി. അപ്പോൾ നമ്മളെ മുമ്പിൽ കൃത്യമായ ഒരു ടൈം ബാറുണ്ട്. കൃത്യമായും അടുത്ത മാസം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുബന്ധമായി PSC ഈ പ്രവർത്തികളെല്ലാം ചെയ്തു തീർക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഉറപ്പായും ഉടൻ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുകയുണ്ടായി വിമൻ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഈ ഒരു കമ്മീഷൻ യോഗം തീരുമാനിച്ചു എന്നും, അത് കഴിഞ്ഞ് കൃത്യം ഒരു 4-5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഫൈനൽ കീ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. 5 ഡിലീഷൻ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളിപ്പോൾ പറയുന്നു ഇത്തരത്തിലൊരു വിവിധ ബറ്റാലിയനുകളുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി PSC യോഗ കമ്മീഷൻ തീരുമാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാഴ്ച തന്നെ നമ്മൾ പ്രതീക്ഷിക്കും. ഈ ഒരാഴ്ച തന്നെ നമ്മുടെ CPOയുടെ ഫൈനൽ കീ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഡിലീഷൻ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം. ചിലപ്പം ആൻസർ കീ ചേഞ്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിലീഷൻസ് ഉണ്ടാവാം. എന്തായാലും ഡിലീഷൻസ് കാണാതിരിക്കില്ല. കാര്യം സമാന്തരമായി നടന്ന പരീക്ഷകളിലെല്ലാം മിനിമം 5 ഡിലീഷനെങ്കിലും PSCയുടെ ഒരു മുഖമുദ്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡിലീഷനും ആൻസർ ചേഞ്ചൊക്കെ ഉണ്ടാവും. എന്ത് തന്നെയായാലും ഫൈനൽ കീ വന്നതിന് ശേഷം നിങ്ങളുടെ മാർക്ക് വിലയിരുത്തി അത്യാവശ്യം ഒരു മാർക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുക. ഫിസിക്കലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരാൾക്കും ജോലി നഷ്ടപ്പെടാതിരിക്കുക എന്ന സാഹചര്യം നിങ്ങളായി ഉറപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു.